ഹലോ, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹോയാലിലെ വിശേഷങ്ങൾ അവസാനിച്ചിട്ടില്ല കേട്ടോ. ഞങ്ങൾ ആൻഷ്യൻ ടൗണിൽ നിന്ന് നെക്സ്റ്റ് പോയിട്ടുണ്ടായിരുന്നത് ഹോയൻ തീം പാർക്കിലേക്കാണ്. അവിടുന്ന് കുറച്ച് ദൂരേ ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്നെടുത്ത തീരുമാനമായിരുന്നു ഒന്ന് തീം പാർക്ക് കൂടി കണ്ടിട്ട് വരാമെന്ന്. ഇത് ഓപ്പൺ ചെയ്യുന്നത് 5 മണിക്കാണ്. 10 മണി വരെയാണ് ഇതിൻ്റെ ഒരു ടൈം. അതായത് 5 മണി മുതൽ 10 മണി വരെയാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക എൻട്രി ചെയ്യാനുള്ള ടൈം വന്നിട്ടുള്ളത്. അപ്പം ഞങ്ങൾ ഏകദേശം ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേനും അവിടെ എത്തി. നല്ലൊരു കാലാവസ്ഥയൊക്കെ ആയിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു ആ ഒരു തീം പാർക്ക് കാണാൻ വേണ്ടിയിട്ട്. മോൾക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം അവൾക്ക് ഓടി നടക്കാൻ പാകത്തിന് ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടായിരുന്നു ഈ ഒരു തീം പാർക്കിൽ. ഇവിടുത്തെ ഈ ഒരു നൈറ്റ് വ്യൂ കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു. ഇവിടെ മൊത്തം ഇവർ ലാൻറ്റൻസ് ഒക്കെ വെച്ചിട്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. അത് കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു എന്താ പറയുക, രാത്രിയിൽ ആ ലാൻറ്റൻസ് ഒക്കെ തെളിഞ്ഞ് കാണുമ്പോൾ എന്തോ എനിക്കെന്തായാലും ഭയങ്കര ഇഷ്ടമായി. എന്തായാലും നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ചു വരാം. അത്യാവശ്യം ആളും തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ഇവ പിന്നെ വലിയ അറിയുന്ന ആളെ പോലെ അവൾ മുന്നിലേക്ക് നടക്കുമായിരുന്നു. അവൾക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടമായി ഈ ഒരു സ്ഥലം. കാരണം കുട്ടികൾക്ക് പൊതുവെ ഈ ലൈറ്റൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ. പിന്നെ ഞങ്ങളൊരു പാലത്തിലേക്ക് കയറി. ആ പാലം കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ആ ഒരു ബ്രിഡ്ജ് നല്ല ഭംഗിയുണ്ടായിരുന്നു. മൊത്തത്തിൽ അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറും അവിടുത്തെ കാഴ്ചയും കാണാൻ ഭയങ്കര രസമായിരുന്നു. ഇവിടെ മെയിനായിട്ട് ജാപ്പനീസ്, വിയറ്റ്നാമീസ്, അതേപോലെ തന്നെ ചൈനീസ്, ഇവിടെയൊക്കെയുള്ള ആർട്ട് ഫോംസ് ആയിരുന്നു കൂടുതലുണ്ടായിരുന്നത്. നല്ല രസമുണ്ടായി. കാരണം ഇതൊക്കെ നമുക്ക് പുതിയൊരു അനുഭവമാണല്ലോ, നമ്മൾ കാണാത്ത കാര്യങ്ങളാണല്ലോ. അതുകൊണ്ട് തന്നെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പലതരത്തിലുള്ള പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ കുറേ പ്രോഗ്രാമുകൾ അവിടെ വന്നപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് വിയറ്റ്നാമീസുകാരുടെയും അതേപോലെ തന്നെ ചൈനീസ് സ്പെഷ്യലായിട്ടുള്ള ആർട്ട് ഫോംസും അങ്ങനെ കുറേ ആർട്ട് ഫോംസ് കണ്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞങ്ങളുടെ ഉള്ളിലെത്തിയപ്പോഴത്തേക്കും ഏകദേശം പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ആർട്ട് ഫോം എന്താണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. കുറേ പേര് ഒന്നിച്ചിരുന്നിട്ട് ഡാൻസ് ചെയ്യുന്നത് കാണാൻ ഭയങ്കര രസമായിരുന്നു. എന്തായാലും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. മോള് നല്ലോണം അതിങ്ങനെ ആസ്വദിച്ചിരുന്നിട്ട് കാണുന്നുണ്ടായിരുന്നു. ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ തന്നെ അടുത്ത പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. അത് കാണാനും നല്ല രസമുണ്ടായിരുന്നു. അതും കണ്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നു. അതൊരു എന്തായിരുന്നു, പ്ലേ ആയിരുന്നു. കുറച്ച് പേര് ചേർന്നിട്ടുള്ള ഒരു ഡാൻസ് ചെയ്തിട്ട് നമ്മൾ ഓരോ സ്റ്റോറി പ്ലേ ചെയ്യില്ലേ, അങ്ങനത്തെ ഒരു ഡാൻസ് ഫോം ആയിരുന്നു. അത് കാണാനും നല്ല രസമുണ്ടായിരുന്നു. ഒരു പെൺകുട്ടിയും ബാക്കി എല്ലാ ആൺകുട്ടികളും ആയിരുന്നു. അതും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. ഞങ്ങൾ ഇരുന്നിട്ട് കണ്ടു. ഇതൊക്കെ പുതുതായിട്ട് കാണുന്നതാണല്ലോ, ഇതുവരെ കണ്ടിട്ടില്ലാത്ത കുറേ ആർട്ട് ഫോംസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ കാണാൻ നല്ല ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. പിന്നെ അടുത്തതായിട്ട് വേറെ കുറേ എന്താ പറയുക പെൺകുട്ടികൾ എനിക്കൊന്ന് വിയറ്റ്നാമിലെ ട്രഡീഷണൽ ഡ്രസ്സാണെന്ന് തോന്നുന്നു, അതിട്ടിട്ട് ഡാൻസ് ചെയ്യുന്നു. അത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെയൊക്കെ ചുറ്റി നടന്ന് കണ്ടു. ഒരു ഏരിയയിൽ ഫുൾ ലാൻഡൻസ് ആയിരുന്നു. അത് കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഈ ഹോയാലിൽ വന്നപ്പോൾ മുതൽ നമ്മുടെ കണ്ണിന് എന്താ പറയുക കുളിർമ തരുന്ന കാഴ്ചകളായിരുന്നു മൊത്തം ഉണ്ടായിരുന്നത്. അതും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത്തരത്തിൽ നമ്മൾ കാണാത്ത കുറേ ഡാൻസ് ഫോമുകൾ ഉണ്ടായിരുന്നു. പിന്നെ അടുത്ത ഡാൻസ് ഫോം ഇപ്പം നിങ്ങൾ കണ്ടിരിക്കുന്ന വേറൊരു ഡാൻസ് ഫോമാണ്. ഇതെനിക്ക് അറിയില്ല എന്താണ്, പക്ഷേ മയിലിൻ്റെ ഒരു തീമാണ് ഇവർ ഉദ്ദേശിച്ചത്. പക്ഷേ ഇത് എന്താ ഡാൻസ് ഫോം എന്നറിയില്ല. അതും ഞങ്ങൾ കുറേ നേരം കണ്ടു നിന്നു. ഇത് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വേറൊരു സത്യാവസ്ഥ. ഇതൊക്കെ കണ്ട ഉത്സാഹത്തിൽ ഇവ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവൾ ഭയങ്കര ഡാൻസ് ആയിരുന്നു. കാരണം അവൾക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു സ്ഥലം. അവൾ അത്രയും നല്ല പോലെ ഈ ഒരു പ്ലേസ് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വേറൊരു കുറച്ച് സ്റ്റൺസ് ആയിരുന്നു. പിന്നെ അത് കാണാനും നല്ല രസമുണ്ടായിരുന്നു. കുറേ പേര് വന്നിട്ട് എന്താ പറയുക ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. അതും കണ്ടിരുന്നു. എനിക്ക് തോന്നുന്നു ഇവയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്, കാരണം അവൾ അത് അത്രയും അത്ഭുതത്തോടെയും ക്യൂരിയോസിറ്റിയോടെയും നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു ഇവരുടെ ഈ ഒരു ആക്ട്.
കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾക്ക് തിരിച്ചു പോകാനുള്ള സമയം ഏകദേശം ആയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു ആ ഒരു ഭാഗമൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഇവ ഏകദേശം ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു ആ സമയമാകുമ്പോഴത്തേക്കും. കാരണം അവൾ അത്രയും അവിടെ നിന്ന് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുട്ടി ക്ഷീണിച്ച് ആ ഒരു സമയമാകുമ്പോഴത്തേക്കും അവൾ ഉറങ്ങിപ്പോയി. ഞങ്ങൾ പിന്നെയും അവിടെയുള്ള കുറച്ച് സ്ഥലങ്ങളും കൂടി ജസ്റ്റ് ഓടി നടന്ന് കണ്ടു. അവരത് എന്താ പറയുക സെറ്റപ്പ് ചെയ്ത് വെച്ചത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. നിങ്ങൾ ഹോയാനിലേക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലിസ്റ്റിൽ ഈ ഒരു പ്ലേസും കൂടി ഉൾപ്പെടുത്തുക. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. എന്തായാലും നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇത്തരത്തിലുള്ള വിയറ്റ്നാമിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ അറിയാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ.